പ്രിയപ്പെട്ടവരെ, ഇന്നാണ് ആ സുദിനം. ജനുവരി മാസം 10-ാം തീയതി. മൂന്നാമതും മാറ്റിവെച്ച KPCCയുടെ വയനാട് ദുരിതബാധിതർക്കായിട്ടുള്ള വീടുകളുടെ തറക്കല്ലിടൽ ദിവസമാണിന്ന്. 10-ാം തീയതിക്കകം ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള തറക്കല്ലിടലും അനുബന്ധ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തികളും ഒക്കെ തുടങ്ങിക്കഴിയും. എന്നിട്ടിന്ന് തറക്കല്ലിട്ടോ? കല്ലും പുല്ലും ഒന്നും ഇന്നും കോൺഗ്രസ്സുകാർ ഇട്ടിട്ടില്ല. പക്ഷെ ഉളുപ്പൊട്ടുമില്ലാതെ CMDRFിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞു കിടന്ന ടി സിദ്ദിഖ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്ന 410 വീടുകൾ ഉൾപ്പെടുന്ന ഭവന സമുച്ചയത്തിൻ്റെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുമ്പിൽ പോയി നാണവും മാനവും ഇല്ലാതെ വീഡിയോ എടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. തനിക്ക് എന്ത് അർഹതയുണ്ട് സിദ്ദിഖെ ഇവിടെ പോയി ഇന്ന് വീഡിയോ പിടിക്കാൻ? എന്തെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഈ ദിവസമെങ്കിലും വീടുകളുടെ തറക്കല്ലിടൽ നിങ്ങൾ നടത്തണമായിരുന്നു. ഇനി തറക്കല്ലിട്ടില്ലെങ്കിൽ എന്താ? കഴിഞ്ഞ ദിവസം വെറും 30 സെക്കൻഡ് കൊണ്ട് നിന്ന നിപ്പിൽ 300 വീടല്ലേ VD സതീശൻ വെച്ചു കൊടുത്തിട്ട് പോയി. ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളു. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. പക്ഷെ പുനർജനിയുടെ വീട് പോലെ തന്നെ ഈ വീടുകളും കാണാൻ കഴിയില്ല. സതീശന്റെ വാക്കുകൾ മാത്രമേ ഉണ്ടാവൂ. ഇനി വീടില്ലെങ്കിലും തറക്കല്ലിട്ടില്ലെങ്കിലും എന്താ വിഷയം? വയനാടുകാർക്ക് പ്രിയങ്കാജിയുടെ കലണ്ടർ ഉണ്ടല്ലോ.